ഹലോ ഗൈസ്, എസ്കൈ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഒരു മരുന്ന് കഞ്ഞിയാണ്. ഇതുണ്ടാക്കുന്നത് അമ്മയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഒരു മരുന്ന് കഞ്ഞി വെക്കാൻ പോവുകയാണ്. അത് കുത്തരിയാണ് ഇരിക്കുന്നത്. കുത്തരി ഒരു നാഴി എടുക്കും. പിന്നെ നവര അരിയുണ്ട്, അതൊരു 100 ഗ്രാം എടുക്കും. പിന്നെ അതിൽ ചേർക്കുന്ന പച്ചമരുന്നുകളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അത് പരിചയപ്പെടുത്താം. വള്ളി ഉഴിഞ്ഞ്, ആട്ടുകൊട്ടപ്പാല, കിഴുകാനെല്ലി, തുമ്പ, ചെറുപുള്ള, നിലമ്പാല, മുക്കുറ്റി, ഒരിച്ചേൻ, തിരുതാളി, കരിങ്കുറിഞ്ഞി, കുഴലുവാതക്കൊടി, പിന്നെ കൈയെണ്ണ, ആട്ടുകൊട്ടപ്പാല, ഇത്ര ചേർത്താണ് നമ്മൾ ഈ പച്ചമരുന്ന് അരച്ച് കഞ്ഞി വെക്കുന്നത്. അത് ഞങ്ങൾ മിക്സിയിൽ അരച്ചാണ് അതിൻ്റെ മരുന്നെടുത്ത് ഈ അരിയൊക്കെ കൂട്ടി കഞ്ഞി വെക്കും. നമ്മൾ പറഞ്ഞതിൽ പിന്നെ തൊട്ടാവാടി കൂടെ എടുത്തിട്ടുണ്ട് ഈ മരുന്ന് അരക്കാനായിട്ടേ. മരുന്ന് മിക്സിയിൽ അരച്ചാണ് നമ്മൾ അത് അരിച്ച് കഞ്ഞി വെക്കുന്നത്. ഈ പച്ചമരുന്ന് അരച്ചതിൻ്റെ ശേഷം ഈ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് തേങ്ങാപ്പാലിന് വേണ്ടി അത് മിക്സിയിൽ അരിച്ചാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഇച്ചിരി ജീരകം ഇടും. അത് ഇറക്കാൻ നേരത്ത് മാത്രമേ ഈ പാലൊഴിച്ച് ഈ ജീരകപ്പൊടി ഇട്ട് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേവിക്കരുത്. നമ്മൾ മിക്സിയിൽ പച്ചമരുന്ന് അരച്ചത് അരിച്ച് ഈ കലത്തിലേക്ക് എടുത്തിട്ടാണ് ഇനി അടപ്പത്ത് വെക്കണത്. അരിയായിട്ട് അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോകുന്നത്. ഇതുപോലെ അരിപ്പടകത്ത് വെച്ച് അരിക്കണം. അരിച്ചിട്ട് വേണം നമുക്കിത് അരിയും ചേർത്ത് അടപ്പത്ത് വെക്കാൻ. ഇതേപോലെ അരിക്കണം. നമ്മൾ ഈ മരുന്ന് അരക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും മരുന്നും കൂടെ വേണം അടപ്പത്ത് വെക്കാൻ. ഇടയ്ക്ക് വെള്ളം ഒഴിക്കരുത്. ഈ അരി വേകാനുള്ള കണക്കിനുള്ള മരുന്ന് വെള്ളമായിട്ട് തന്നെ വേണം. പിന്നെ പോരെന്നും പറഞ്ഞ് വെള്ളം ഒഴിക്കരുത്. മരുന്ന് വെള്ളത്തിൽ തന്നെ അരി വേകണം. ഇത് വെന്തതിൻ്റെ ശേഷം നമുക്ക് പാല് ഒഴിക്കേണ്ടത് കണക്കാക്കി വേണം, അല്ലെങ്കിൽ വിട്ട് കിടക്കും. ആവശ്യത്തിനുള്ള മരുന്ന് വെള്ളം വെക്കാൻ. എന്നിട്ട് ജീരകവും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വേണം ഇറക്കാൻ. മരുന്ന് വെള്ളം അടപ്പത്ത് വെച്ച് ഇതിലേക്ക് അരി നവധാന്യവും അരി അടപ്പത്തിടാം. കഴുകി വെച്ചിരിക്കുന്ന നവര അരി, കുത്തിയ അരി, പച്ചനെല്ല് കുത്തിയ അരിയാണ് ഇത്. കഴുകി വെച്ചിരിക്കുകയായിരുന്നു. ദേ അടപ്പത്തേക്ക് ഇടുകയാണ്. നാഴി കുത്തരി, 100 ഗ്രാം നവര അരിയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിലടിച്ച തേങ്ങ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. നമ്മൾ മരുന്ന് കഞ്ഞിക്കായിട്ട് മിക്സിയിലടിച്ച തേങ്ങ പാല് പിഴിഞ്ഞ് എടുക്കുകയാണ്, അരിച്ചെടുക്കുകയാണ്. ഇത് ആദ്യത്തെ പാലായിട്ട് മാറ്റിയിട്ട് രണ്ടാം പാല് നമുക്ക് ഇച്ചിരി പോരാത്തതിന് അതിലേക്ക് ഒഴിച്ച് വേണം അരി വേവിക്കാൻ.
വേകാനുള്ള വെള്ളം മരുന്നുകളിലുണ്ട്. എന്നാലും ഇത്തിരി പോരെങ്കിൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ, രണ്ടാം പാല്. ആദ്യം പിഴിയുന്ന പാല് മാറ്റി വെക്കും, എന്നിട്ട് അത് ഇറക്കാൻ നേരത്താണ് ഒഴിക്കുന്നത്. ഇതാണ് ആദ്യത്തെ പാൽ, ഒന്നാം പാല്. രണ്ടാം പാലാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ വേവിക്കുന്നത്. ഇത് രണ്ടാമത് ഇറക്കാൻ നേരത്ത് ഒഴിക്കും. ആദ്യത്തെ പാല് നമ്മൾ തലപ്പാലായിട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് വെള്ളം ചേർത്താണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത്. ഇത് രണ്ടാമത് നമ്മൾ ആ അരി പോരാത്തതിന് ഒഴിച്ച് വേവിക്കുന്ന പാലാണ് കേട്ടോ. നമ്മൾ ഈ മരുന്ന് വെള്ളത്തിൽ ഇത് വേവിച്ചിട്ട് ഇച്ചിരി വെള്ളം പോരാഴിയുണ്ട്. രണ്ടാം പാലൊഴിച്ച് ഒന്നുകൂടെ വേവിക്കുകയാണ് കേട്ടോ. വെള്ളം ചേർക്കരുത്, രണ്ടാം പാല് മാത്രമേ ഒഴിക്കാവുള്ളൂ. കണ്ട എണ്ണയൊക്കെ തെളിയണത്. ഇതേ പാലിൻ്റെ മരുന്ന് കഞ്ഞി ആകണമെങ്കിൽ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് വേണം വേവിക്കാൻ. നമ്മളിത് മരുന്ന് കഞ്ഞി വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ആദ്യം പിഴിഞ്ഞ പാല് ഇതിലേക്ക് ഒഴിച്ച് ജീരകപ്പൊടി ഇട്ട് ഇറക്കാൻ പോവുകയാണത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പോരാത്ത ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ജീരകപ്പൊടി ഇട്ട് ഇറക്കാം. പാലൊഴിക്കുകയാണ്. അവസാനം ഒഴിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഈ പൊടിച്ചു വെച്ചിരുന്ന ജീരകപ്പൊടി കൂടി ഇടുകയാണ്. മരുന്ന് കഞ്ഞിയുടെ മണമൊക്കെ വരുന്നുണ്ട്. മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കുകയാണ്. പാലൊക്കെ ജീരകപ്പൊടിയും പാലും ഒക്കെ ഒഴിച്ചതാണ്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്.